കോഴ്സ് ഷുഡ് ബി യുവർ ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു പ്രോഗ്രാം ഏത് രാജ്യത്ത് പോയി പഠിച്ചാലും നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളത് പേഴ്സണലി ഐ ഡോണ്ട് നോ ആൻഡ് വി ഡോണ്ട് റെക്കമെൻഡ്. മിസ്റ്റർ ബോബി സെബാസ്റ്റ്യൻ റെപ്രസെന്റ് ചെയ്യുന്നത് സാൽവെ മരിയ. സാൽവെ മരിയനെ സംബന്ധമായിട്ട് ഈ കുട്ടിയുമായിട്ടൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും അവിടെ ഇൻവോൾവ് അല്ല. ഞങ്ങൾക്ക് വേറെ സർവീസ് ചാർജുകളൊന്നും പേ ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റികളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പാർട്ട് ടൈം ജോബ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുമോ? സാൽവെ മരിയ റെക്കമെൻഡ് ചെയ്യുന്നത് പാർട്ട് ടൈം ജോബുകൾ സമ്പാദിക്കാനുള്ള വഴിയായിട്ട് കാണാൻ പാടില്ല. പാർട്ട് ടൈം ജോബ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ജീവിത ചെലവ് ഒരുപക്ഷെ അതിൽ നിന്ന് നടന്നു പോയേക്കാം. ഒരാൾ ഓസ്ട്രേലിയ പോയി ഞാനും പോയേക്കാം, ഒരാൾ UK പോയാൽ ഞാനും പോയേക്കാം എന്നുള്ളതല്ലേ പൊതുവെ പറയാറ്. Absolutely. Students should not go after trends and should not follow their friends because friendsന്റെ താല്പര്യങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കാം. അതുപോലെ ഒരു രാജ്യം ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ വിദേശ രാജ്യങ്ങളും ഒരേപോലെ അല്ല എന്നുള്ളതാണ് ആദ്യമേ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം. ചില രാജ്യങ്ങൾ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിരിക്കാം. ഞാൻ പേഴ്സണലി സ്റ്റിൽ ബിലീവ് ചെയ്യുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആർ ദ ബെസ്റ്റ് എന്നാണ്. നമ്മൾ ഇവിടെ സ്കൂളിംഗ് എല്ലാം ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത്. അപ്പം ഭാഷയുടേതായ യാതൊരു ചലഞ്ചും നമുക്ക് വരത്തില്ല ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ. ഈ കുട്ടിയുടെ ആപ്ലിക്കേഷൻ തൊട്ട് ഈ കുട്ടി ലാൻഡ് ചെയ്യുന്നിടം വരെ ഇനി അതിനുശേഷം അക്കോമഡേഷൻ പോലും സാൽവെ മരിയയുടെ ടീമിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പുറത്ത് പോയി പഠിക്കുക അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ചിറക് മുളയ്ക്കുന്ന പോലെ തന്നെയാണ്. പറക്കാൻ ആഗ്രഹിച്ച ഒരാൾക്ക് പുറത്തു പോയി വിശാലമായ ലോകം, നമ്മുടെ സാധ്യതകൾ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. സോ അതുകൊണ്ട് തന്നെ വളരെയധികം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റഡി അബ്രോഡ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത്, മിസ്റ്റർ ബോബി സെബാസ്റ്റ്യൻ, റെപ്രസെൻറ്റ് ചെയ്യുന്നത് സാൽവെ മരിയ അല്ലേ? എന്തുകൊണ്ടാണ് ബോബി എന്ന വ്യക്തി ഇങ്ങനൊരു സംരംഭത്തിലേക്ക് വന്നത്? If I am very honest there, I would say it happened. Because I started language training long back. That also was something that happened accidentally. And from language training, we shifted to studying abroad after 1 or 2 years. അപ്പം ഇത് വന്നത് ആ കാലഘട്ടത്തിൽ അത് ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. കുട്ടികൾ വിദേശ പഠനം താല്പര്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും കുറേ യൂണിവേഴ്സിറ്റീസുമായിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാനും സാധിച്ചു. ദാറ്റ് ഈസ് ഹൗ വി കെയിം ഇൻ ടു ദ ബിസിനസ് ഓഫ് സ്റ്റഡിയിങ് അബ്രോഡ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു പോയി പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണ്? പുറത്തു പോയി പഠിക്കാൻ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടെന്ന് പറയാം. ഒരു കാലഘട്ടത്തിൽ ഹാഡ് ദിസ് ക്വസ്റ്റ്യൻ ബീൻ ആസ്ക്ഡ് 15 years ബാക്ക്, ഐ വുഡ് ഹവ് സെഡ് പുറത്ത് പഠിക്കാൻ പോകുന്നവരിൽ ഒരു വലിയ വിഭാഗം അവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കുമോ? പഠനശേഷം സ്റ്റേ ബാക്ക് ഉണ്ട്, സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് നല്ലൊരു ജോലി കിട്ടിയാൽ അവിടെ സെറ്റിൽ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇന്ത്യയുടെ സാമ്പത്തിക സാഹചര്യം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യലി നമുക്ക് കുറേ കൂടെ അക്സസിബിൾ ആണ് വേൾഡ്. ട്രാവൽ ചെയ്യുന്നവരുടെ നമ്പർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോകുന്ന കുട്ടികൾക്ക് ഓഫ് കോഴ്സ് പഠനം ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ മൾട്ടി കൾച്ചറൽ എക്സ്പോഷർ, സീയിങ് ദ വേൾഡ്, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അപ്പം പല റീസൺസ് കൊണ്ട് പഠിക്കാൻ വിദേശത്ത് പോകുന്നവരുണ്ട്. ഒരു ഫ്രീഡം ഇതുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടോ? അതായത് പുറത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ടോ? ഐ വുഡ് സേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ. ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട് എന്നുണ്ടെങ്കിൽ പുറത്ത് ആ ഫ്രീഡം തന്നെയല്ലേ കിട്ടുകയുള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യുവർ മൈൻഡ് സെറ്റ് ഈസ് ആൻഡ് ഹൗ യു അപ്രോച്ച് ഇറ്റ്. ഫ്രീഡം എന്നുള്ളത് ഒരു ഫാക്ടറാണോ? ഞാൻ കുട്ടികൾ പറഞ്ഞ് കേൾക്കാറുണ്ട്, ഒരുപക്ഷെ അത് 18 വയസ്സുള്ളൊരു കുട്ടി പേരൻസിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഫ്രീഡം കിട്ടുന്നു എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം. പല സബ്ജക്റ്റുകളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടായിരിക്കും. പക്ഷേ ഈ ആർട്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെയുള്ള സബ്ജക്ട്സിനൊക്കെ പൊതുവെ പുറത്ത് ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോ അത്? ഓക്കെ, അപ്പോൾ അത് ആർട്സ്, ഹ്യൂമാനിറ്റീസ് പോലുള്ള മേഖലകൾ വരുമ്പം ഒരു രാജ്യത്തിൻ്റെയും ഷോർട്ടേജിലുള്ള സെക്ടേഴ്സ് അല്ല അത്. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് വിദേശ പഠനം പലപ്പോഴും കുട്ടികൾ ഈ ജോലിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിന് ശേഷം എനിക്കൊരു ജോലി അവിടെ കിട്ടുമോ, എനിക്കവിടെ തുടരാൻ സാധിക്കുമോ എന്നുള്ളൊരു കണക്ഷൻ അവിടെ വരുന്നത് കൊണ്ട് പലപ്പോഴും ഈ മേഖലകൾക്ക് അതിൻ്റേതായ ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഒരു ആർട്സ് പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുവാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ അതിലേക്ക് ആപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും. കാരണം എല്ലാവരും വന്ന് അവസാനം ചോദിക്കുന്ന ചോദ്യം ഇതിൻ്റെ ബേസിസിൽ എനിക്കവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും. നിങ്ങൾക്ക് അതിന് ഉതകുന്ന കഴിവുണ്ടെങ്കിൽ മാത്രമേ ആ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് അവിടെ തുടർന്ന് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മറുപടി പറയാൻ പറ്റുമായിരിക്കാം, ഈ മേഖലയിൽ പഠിച്ചു, ഈ മേഖലയിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ യെസ് യു പ്രോബബ്ലി വുഡ് ബിക്കം സക്സസ്ഫുൾ ദെയർ.
അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. Comparatively, maybe I would say we don't see a lot of students going for these kind of programs. നമുക്ക് ഇവിടുന്ന് എപ്പോഴും വിദേശ പഠനം എന്ന് പറയുമ്പം കൂടുതൽ കുട്ടികളും പോകുന്നത് എഞ്ചിനീയറിംഗ്, ഹെൽത്ത്, ബിസിനസ്, ഈ സെക്ടേഴ്സിലാണ്. അപ്പം ആർട്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ വളരെ ചെറിയ ഒരു കുട്ടികളുണ്ടായിരിക്കാം തീർച്ചയായിട്ടും, പക്ഷേ ചെറിയൊരു നമ്പറാണ്. അപ്പം ഞാനൊരു കമൻറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവാം. ഓക്കെ, ഇപ്പോൾ ഒരു +2 കഴിഞ്ഞിട്ടാണല്ലോ പൊതുവേ കുട്ടികൾ ഒരു പുറത്തേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർ +2 പഠിക്കുന്ന ആ കാലത്ത് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനത്തെ ഒരു സ്ട്രീം എടുക്കണം നിർബന്ധമുണ്ടോ? അപ്പോൾ ഞാൻ ഭാവിയിൽ എനിക്ക് പുറത്ത് പോകാൻ ആഗ്രഹമുണ്ട്, ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്തേക്കാം, അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഫോക്കസ് ചെയ്യാം, അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കണോ? അഡ്മിഷൻ റിക്വയർമെൻറ്റ്സുമായിട്ട് കണക്ട് ചെയ്ത് വേണമെങ്കിൽ അതിന് മറുപടി പറയായിരിക്കാം. കാരണം ഹെൽത്ത് ബേസ്ഡ് എന്ത് പ്രോഗ്രാം പഠിക്കണമെങ്കിലും, എഞ്ചിനീയറിംഗ് ബേസ്ഡ് എന്ത് പ്രോഗ്രാം പഠിക്കണമെങ്കിലും മാത്സ് മാൻഡേറ്ററിലി വേണം. അപ്പോൾ ഇവിടെ +2 പഠിക്കാൻ പോകുമ്പോൾ മാത്സ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളിലും, ഞാൻ എല്ലാ രാജ്യങ്ങളിലും എന്ന് പറയില്ല, പല രാജ്യങ്ങളിലും ഹെൽത്തും സയൻസും ഓർ ജനറലി സയൻസ് ഓർ ഈവൻ ടെക്നോളജി ബേസ്ഡ് പ്രോഗ്രാംസ് ഇവർക്ക് ആക്സസിബിൾ അല്ലാതാവുകയാണ്. അപ്പം ഓഫ് കോഴ്സ് 12th സബ്ജക്ട്സ് ഒരു വലിയ ഫാക്ടറാണ്. അഡ്മിഷൻ റിക്വയർമെൻറ്റ്സിൽ അത് വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ അത് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്താ പറയുക +2 ഒന്ന് ചിന്തിക്കാനായിട്ട്, സ്റ്റഡി അബ്രോഡ് എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്നത് ഒരു കൺട്രിക്കാണോ, നമ്മൾ എടുക്കുന്ന കോഴ്സിനാണോ? രണ്ട് രീതിയിലും അപ്രോച്ച് ചെയ്യാം. കൺട്രി വേണമെങ്കിൽ ഡിസൈഡ് ചെയ്തിട്ട് കോഴ്സ് ഏതാണെന്നുള്ളത് നോക്കാം. പേഴ്സണലി ഞാൻ ഓൾവേസ് പറയുന്നത് കോഴ്സ് ഷുഡ് ബി യോർ ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു പ്രോഗ്രാം ഏത് രാജ്യത്ത് പോയി പഠിച്ചാലും നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ എന്നുള്ളത് personally I don't know. Exactly. And we don't recommend. So our recommendation always is to identify the course, what do you want to study, and then decide the country. നമുക്ക് പല സ്ഥലങ്ങളിലെയും സാധ്യതകൾ എന്താണെന്ന് അറിയാനായിട്ട് എന്താണ് ഓപ്ഷൻസ്? ഇതുപോലുള്ള താങ്കളുടെ കമ്പനി പോലുള്ള കമ്പനികളെ മീറ്റ് ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ നമുക്ക് അറിയാൻ വല്ല വഴികളും ഉണ്ടോ? ലോകരാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലെല്ലാം അവരുടെ ജോബ് റിലേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. ഏത് മേഖലയിലാണ് ഇനിയുള്ള 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകാനായിട്ട് പോകുന്നത്, ഏത് മേഖലയിലാണ് കറന്റ്ലി ഷോർട്ടേജ് ഉള്ളത്, ആ ഷോർട്ടേജ് എത്ര വർഷം കൂടെ തുടർന്ന് കാണും. അപ്പം ഇത് നമുക്ക് എപ്പോഴും ഒരു മാനദണ്ഡമാക്കാം. അപ്പം ഞങ്ങളൊക്കെ പോലും നമ്മൾ കുട്ടികളോട് അഡ്വൈസ് ചെയ്യുമ്പം ഇതിനെ തന്നെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റുഡൻസിന് ഈ ഒരു ഏരിയയിൽ ഷോർട്ടേജ് ബേസ്ഡ് ആയിട്ട് അവർക്ക് നോക്കാം എവിടെയാണ് അവസരങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ചില രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് വലിയ രീതിയിൽ താല്പര്യം കാണിക്കുന്നത് ചില സമയങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ തന്നെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ജർമ്മനി ഒരുപാട് ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഏതോ ഒരു മേഖലയിൽ അല്ലെ ചില മേഖലകളിൽ അവർക്ക് ഷോർട്ടേജ് ഉണ്ട്. അവർ ഈ പറയുന്ന ഷോർട്ടേജ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്രയും താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അപ്പം പൊതുവെ ഷോർട്ടേജ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് നോക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ ആ ഡാറ്റാസ് നമുക്ക് അവൈലബിളും ആയിരിക്കും. തീർച്ചയായിട്ടും. അതുപോലെ ഒരു രാജ്യം ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ വിദേശ രാജ്യങ്ങളും ഒരേപോലെ അല്ല എന്നുള്ളതാണ് ആദ്യമേ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ യൂറോപ്പ് നമ്മൾ പറയുന്നു, യൂറോപ്പിൻ്റെ തന്നെ പല ഭാഗങ്ങൾ പല രീതിയിലാണ്. ക്ലൈമാറ്റിക്കലി ഡിഫറൻസ് ഉണ്ട്, ഫൈനാൻഷ്യലി ഡിഫറൻസ് ഉണ്ട്, കൾച്ചർ വൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഒരുപാട് ഏരിയകളിൽ വ്യത്യാസം കാണും. ചില രാജ്യങ്ങൾ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിരിക്കാം. അപ്പം ഒരുപാട് ഫാക്ടേഴ്സ്. നമ്മൾ ഇവിടെ നിന്ന് വേറൊരു നാട്ടിൽ സെറ്റിൽ ചെയ്യാനായിട്ട്, ഇന്ത്യയിൽ തന്നെ വേറൊരു നാട്ടിൽ സെറ്റിൽ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടാൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുവോ അതെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് നമ്മളുടെ ഒരു പേഴ്സണൽ ആവശ്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ അത്രയും റിസർച്ച് നടത്തണം. തീർച്ചയായിട്ടും. ഫോർ എക്സാമ്പിൾ അതിന് പറയുവാണെന്നുണ്ടെങ്കിൽ അലർജി ഡ്യൂ ടു എക്സ്ട്രീം വെതർ, അങ്ങനെയുള്ള ഒരാൾ വളരെ തണുപ്പുള്ള ഒരു സ്ഥലത്ത് പോയാൽ, ഇപ്പോൾ ഇവിടെ ആസ്മ ഉള്ള ആൾക്കാരുണ്ട്, ഭയങ്കര തണുപ്പുള്ള പ്രദേശങ്ങളിൽ പോയാൽ അവർക്ക് ആസ്മയുടെ ട്രിഗർ അതായിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർ ആ സ്ഥലങ്ങളിൽ പോകാനായിട്ട് തീർച്ചയായിട്ടും പാടില്ല. അപ്പം ഹെൽത്ത് ബേസ്ഡ് ആയിട്ട് പോലും രാജ്യങ്ങളുടെ തീരുമാനം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊന്നും അറിയാതെ ഒരാൾ വന്നാലും സാൽവേ മരിയയ്ക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സെഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ കുട്ടികൾ ഓഫീസിൽ വരുന്നവരുടെ നമ്പർ വളരെ കുറവാണ്. എല്ലാവരും ഓൺലൈനും ഫോണിൽ കൂടെയാണ് കാര്യങ്ങൾ ക്ലോസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഓഫീസിൽ വന്ന് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. കാരണം രാജ്യങ്ങൾ തമ്മിൽ, നമ്മുടെ ഇവിടെ പല സംസ്ഥാനങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയണത് പോലെ തന്നെ ലോകത്തെ ഓരോ രാജ്യവും ഓരോ രീതിയാണ്. അപ്പോൾ അത്
കണ്ടുപോകുന്നവർ, യാത്ര ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് പറയാൻ സാധിക്കും. യാത്ര ചെയ്യാതെ കാണാതെ നമ്മൾ നിൽക്കുമ്പം എല്ലാ രാജ്യവും ഒരുപോലെ എന്നുള്ളൊരു ചിന്തയിലായിരിക്കും നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഈ കയ്യിൽ ഏകദേശം എത്ര ഫണ്ട് കരുതണം എന്നുള്ളത് പലർക്കും ഭയങ്കര കൺഫ്യൂഷനുള്ള കാര്യമാണ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പാർട്ട് ടൈം ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ഫണ്ടൊക്കെ നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം എത്ര ഒരു ചിലവ് വരും? ഓരോ രാജ്യത്തിൻ്റെ എക്സ്പെൻസ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെ പഠിക്കാൻ പോയാലും, പണ്ട് നമ്മൾ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുമ്പം അമേരിക്കയിലോ യൂറോപ്പിലോ പോകുന്നതിനെയായിരുന്നു സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ ദുബായി പോകുന്നുണ്ട്, മലേഷ്യയിൽ പോകുന്നുണ്ട്, ഒരുപാട് പുതിയ രാജ്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ഏതാണ്ട് ഒരു 3.5 lakhs പെർ ഇയർ എന്ന് പറയുന്ന ഒരു ട്യൂഷൻ ഫീ തൊട്ട് പ്രോഗ്രാമുകൾ വിദേശ വിദ്യാഭ്യാസത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ എത്ര ഫണ്ട് കരുതണം, പാർട്ട് ടൈം ജോബ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുമോ? സാൽവേ മരിയ റെക്കമെൻഡ് ചെയ്യുന്നത് പാർട്ട് ടൈം ജോബുകൾ ഏൺ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ സമ്പാദിക്കാനുള്ള വഴിയായിട്ട് കാണാൻ പാടില്ല. പാർട്ട് ടൈം ജോബ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ജീവിത ചെലവ് ഒരുപക്ഷെ അതിൽ നിന്ന് നടന്നു പോയേക്കാം. പാർട്ട് ടൈം ജോബ് കിട്ടാൻ ഡിലേ ഉള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ അഡ്വൈസ് ചെയ്യുമ്പം ആദ്യത്തെ ഒരു 6 മാസം ജീവിത ചെലവിലേക്കുള്ള പൈസയും കൂടെ കയ്യിൽ കരുതിയേ വിദേശ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരാവുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ പാർട്ട് ടൈം ജോബ് കിട്ടാൻ തീർച്ചയായിട്ടും ഡിഫിക്കൽട്ടി ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ഫിനാൻഷ്യലി അത്ര വെല്ലല്ലാത്തൊരു കുട്ടിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഇപ്പോൾ സാൽവേ മരിയയുടെ അടുത്ത് നിന്ന് അങ്ങനെ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും തരത്തിൽ പ്രൊമോട്ട് ചെയ്യാറുണ്ടോ? എഡ്യൂക്കേഷൻ ലോണിന് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മളിവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖമായ ബാങ്കുകളുമായി കൊളാബറേറ്റ് ചെയ്ത് എഡ്യൂക്കേഷൻ ലോണിന്റെ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല പഠിക്കാൻ മിടുക്കനായിട്ടുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. ആ പഠനം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യും. ആ പഠനത്തിന് അതിൻ്റെതായ ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഈ സ്റ്റഡിങ് ഇൻ എ വെരി ഗുഡ് യൂണിവേഴ്സിറ്റി, സ്റ്റഡിങ് എ വെരി ഗുഡ് പ്രോഗ്രാം, ദെൻ എഡ്യൂക്കേഷൻ ലോൺ വി ക്യാൻ സപ്പോർട്ട് ദാറ്റ് സ്റ്റുഡൻറ്റ്. അതാണ് ഞങ്ങൾക്ക് കൊടുക്കാവുന്ന നല്ല പ്രോഗ്രാമുകളും തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതുപോലെ ഒരു ബഡ്ജറ്റിംഗ് പരിപാടി എന്താണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വേണം അവിടെ പോയി പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അതിന് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുന്നുണ്ടായിരിക്കുക? ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലേസ് യു ചൂസ് യുവർ എക്സ്പെൻസസ് വുഡ് വേരി. ചെറിയൊരു ടൗണിൽ, ഇപ്പം കൊച്ചിയിൽ, നമ്മൾ കൊച്ചിയിൽ ഇരുന്ന് സംസാരിക്കുന്നു, കൊച്ചിയിലെ ജീവിത ചെലവും ഞാൻ വരുന്നത് കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്തെ ജീവിത ചെലവും വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതേ ഡിഫറൻസ് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. സ്വിറ്റ്സർലാൻഡിലെ ജീവിത ചെലവും ജർമ്മനിയുടെ ഒരു പട്ടണത്തിലെ ജീവിത ചെലവും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് സ്റ്റെപ്പ്. എത്ര രൂപ നമുക്ക് ചിലവാകും, അക്കോമഡേഷൻ, ഫുഡ്, ഇങ്ങനെയുള്ള ഏരിയകളിൽ എത്ര രൂപ എക്സ്പെൻസ് ആവും, അതേപോലെ തന്നെ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ കോസ്റ്റ്. അപ്പോൾ ആദ്യത്തെ സെമസ്റ്ററിൻ്റെ ഫീസ് ഒരുപക്ഷെ പേ ചെയ്താൽ മതിയായിരിക്കാം ഇവിടെ നിന്ന് പോകുമ്പോൾ. അടുത്ത സെമസ്റ്ററിലേക്കുള്ള ഫീസ് അത് അവിടെ ചെന്ന് ഏൺ ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ പോകുമ്പോൾ അത് പ്രോബ്ലം ആവുകയാണ്. എന്നാൽ അത് ഇവിടെ നിന്നേ അതിനുള്ളൊരു മാർഗം കണ്ടെത്തി പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടി പറയും ഇറ്റ്സ് കംഫർട്ടബിൾ. പഠനത്തിന് ശേഷം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്യണം. പാർട്ട് ടൈം ജോബ് എന്നുള്ളത് ജീവിത ചെലവ് കണ്ടെത്താനുള്ളൊരു മാർഗമായിട്ട് പരിഗണിക്കാം, പക്ഷേ പഠനത്തിനെ അത് ബാധിക്കാൻ പാടില്ല. കാരണം ഈ പഠനമാണ് തുടർന്നുള്ള അവസരങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ബജറ്റിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനൊക്കെ ആയിട്ട് സാൽവേ മരിയ എങ്ങനെയാണ് ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത്? ലൈക്ക് അതിനൊരു ട്രെയിനിങ് എങ്ങനെയാണ് കൊടുക്കുന്നത്? നമുക്ക് 21 രാജ്യങ്ങൾ ഞാൻ ഇന്നീ സംസാരിക്കുന്ന സമയത്ത് അവൈലബിൾ ആണ്. അപ്പം ഈ 21 രാജ്യത്തിൻ്റെയും കോസ്റ്റ് ഡിഫറെൻ്റ് ആണ്. 21 രാജ്യത്തിൻ്റെയും സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു കുട്ടി സാൽവേ മരിയയിൽ സംസാരിച്ചാൽ നമ്മൾ ഒരുപക്ഷെ ആ കുട്ടിയോട് അവൻ്റെ ഡീറ്റെയിൽസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവൻ്റെ ബഡ്ജറ്റ് ഒരുപക്ഷെ മനസ്സിലാക്കി അവന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനിലോട്ട് എത്തിക്കാനായിട്ടായിരിക്കും ട്രൈ ചെയ്യുന്നത്. അപ്പം വൈഡ് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ഇൻ 21 countries, that makes it possible for us to give the most appropriate option to every student based on budget. We have programs starting at 3.5 lakhs per year and it can go up to 40 lakhs per year or 45 lakhs per year. So you can choose based on your ബഡ്ജറ്റ്. ഇപ്പോൾ പൊതുവെ പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺട്രി തിരഞ്ഞെടുക്കുമ്പോൾ അവർ പൊതുവെ കാണിക്കാറുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? പലപ്പോഴും എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ മുമ്പേ സംസാരിച്ച പോലെ തന്നെ ഏതിനാണ് സാധ്യത എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ബേസ്ഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നത് കാണാറുണ്ട്. അപ്പം ഞാൻ പറയുവാണെങ്കിൽ, പേഴ്സണലി പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് താല്പര്യമെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ ബേസ്ഡ് ആയിട്ട് ഡിസിഷൻ എടുക്കണം. എന്തിനാണ് സാധ്യത എന്ന് അന്വേഷിക്കുമ്പോൾ ആ സാധ്യതയുള്ള മേഖല സ്റ്റുഡൻറ്റിന് സൂട്ടബിൾ അല്ലെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് അതിൽ സക്സസ്ഫുൾ ആവില്ല. എന്നാൽ പഠിക്കാൻ താല്പര്യമുള്ളൊരു മേഖലയിലാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അതിൽ സക്സസ്ഫുൾ ആവും. ഒരാൾ ചെയ്യുന്നത് കണ്ട് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ട് അതേപോലെ നമ്മൾ ആ ഓപ്ഷനിലേക്ക് പോകരുത് അല്ലേ? തീർച്ചയായിട്ടും.
പൊതുവെ ഇപ്പോൾ ഒരാൾ ഓസ്ട്രേലിയ പോയി ഞാനും പോയേക്കാം, ഒരാൾ UK പോയാൽ ഞാനും പോയേക്കാം എന്നുള്ളതല്ലേ പൊതുവെ പറയാറ്. അബ്സല്യൂട്ട്ലി. ഇപ്പം ഈ നമ്മളിരിക്കുന്ന ഇവിടെ ഇതിൻ്റെ ബേസിസിൽ പറയുവാണെങ്കിൽ യു ആർ എക്സലൻറ്റ് ഇൻ യുവർ ജോബ്. സോ ഇഫ് ഐ ട്രൈ ടു ഫോളോ യു ഐ വുഡൻ ബിക്കം സക്സസ്ഫുൾ. സോ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ഒരു മേഖലയുണ്ട്. ആ മേഖല എന്താണെന്നുള്ളത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ബേസ്ഡ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവും. സ്റ്റുഡൻസ് ഷുഡ് നോട്ട് ഗോ ആഫ്റ്റർ ട്രെൻഡ്സ് ആൻഡ് ഷുഡ് നോട്ട് ഫോളോ ദെയർ ഫ്രണ്ട്സ്. ബിക്കോസ് ഫ്രണ്ട്സിൻ്റെ താല്പര്യങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കാം. അത് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാലത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അവർ ചെയ്യണ പോലെ നമ്മളും ചെയ്യാം, പക്ഷെ അതല്ല ദ റൈറ്റ് ഡിസിഷൻ എന്നുള്ളതാണ് സത്യം, അല്ലേ? അതെ അതെ അതെ. ഇപ്പോൾ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി പുറത്ത് പോയി പഠിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. ആ കുട്ടിയുടെ എക്സ്പെക്റ്റേഷൻസ്, അതായത് അതിപ്പോൾ നല്ലൊരു പഠനം, ഒപ്പം തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ജോലി, ഈ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉറപ്പായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറയാൻ ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല. കാരണം ഈ പഠനത്തിന് ശേഷമുള്ള ഒരു ജോലി, പഠനം യെസ് ദർ വുഡൻറ്റ് ബി എനി പ്രോബ്ലം ബിക്കോസ് യു ചൂസ് എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ അതിൻ്റെ എല്ലാ ഏരിയകളിലും ചെക്ക് ചെയ്യുന്നുണ്ട്. ടീച്ചിങ് ക്വാളിറ്റി, എംപ്ലോയ്മെൻറ്റിൻ്റെ പ്രോസ്പെക്ട്സ്, എംപ്ലോയ്മെൻറ്റ് റേറ്റ്, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ് ആണ്, അതിനകത്ത് ഒരു കുഴപ്പവും വരത്തില്ല. പഠനത്തിന് ശേഷമുള്ള ഒരു ജോലി എന്ന് പറയുമ്പം ആ രാജ്യത്താണ് നിങ്ങൾ ജോലി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പഠനവും ജോലിയും തമ്മിൽ ഓണസ്റ്റ്ലി പറയുവാണെന്നുണ്ടെങ്കിൽ കണക്ഷൻ ഇല്ല. കാരണം അവിടെ ഒരു എംപ്ലോയറിന് നിങ്ങളെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ സ്റ്റുഡൻറ്റിനെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഇമിഗ്രേഷൻ നിയമങ്ങൾ അതിന് അനുകൂലമായിരിക്കണം. ഈ എംപ്ലോയറിനെ ഹയർ ചെയ്യാനായിട്ട് അവിടുത്തെ ഗവൺമെൻറ് അലൗ ചെയ്യണം. അപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാവരെയും ഹയർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് തീർച്ചയായിട്ടും അലൗ ചെയ്യില്ല. അപ്പം ഓപ്പർച്യൂണിറ്റി പോസ്റ്റ് സ്റ്റഡീസ് വുഡ് ഡിപ്പെൻഡ് ഓൺ ഹൗ ദി എക്സിസ്റ്റിംഗ് റൂൾസ് ഓഫ് ദാറ്റ് കൺട്രി അറ്റ് ദാറ്റ് പോയിന്റ് ഈസ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ പഠനം നന്നായിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിക്കുക. ഇപ്പം മുന്നോട്ടുള്ള സാഹചര്യങ്ങളിൽ ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിൽ പറയുവാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ആ വിദ്യാഭ്യാസമായിരിക്കും നിങ്ങളുടെ അസറ്റ്. രാജ്യത്തിന്റെ നിയമം മാറി നിങ്ങൾ തിരിച്ചു പോന്നാലും നല്ലൊരു സ്ഥാപനത്തിലാണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസം നിങ്ങളെ ഭാവിയിൽ ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഇമിഗ്രേഷൻ അവസരങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് ആ രാജ്യത്തെ ഏറ്റവും മോശമായ ഒരു സ്ഥാപനത്തിൽ പോയി പഠിച്ചു, ഒരു എൻട്രി എന്നുള്ള നിലയ്ക്ക് ഏതോ ഒരു സ്ഥാപനത്തിൽ പോയി പഠിച്ചു, ആ വിദ്യാഭ്യാസം നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഗുണവും ചെയ്യില്ല. അപ്പം ഫ്യൂച്ചർ ഇപ്പോഴത്തെ ഒരു ഇമിഗ്രേഷൻ പോളിസീസും മാറുന്ന ഒരു ലോക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഫോക്കസ് ചെയ്ത് തന്നെ വേണം സ്റ്റഡി അബ്രോഡിന് പോകാൻ. സോ ദ എയിം ഷുഡ് ബി സ്റ്റഡി എന്നുള്ളതാണ്. എയിം ഷുഡ് ബി എഡ്യൂക്കേഷൻ ആൻഡ് വി ഷുഡ് ബിലീവ് in the policy, or we should always believe education will take you to the right place. So വിദ്യാഭ്യാസം നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തിക്കും. ഇതിങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനു പകരം ആദ്യമേ ലക്ഷ്യം വെക്കുന്നത് ഇമിഗ്രേഷൻ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസം എന്നുള്ളത് മറന്നുപോയാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിയെന്ന് വരത്തില്ല. 21 കൺട്രീസിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഡീൽ ചെയ്യുന്ന കൺട്രീസാണ്. അപ്പോൾ അതിൽ ഏറ്റവും പഠിക്കാൻ ഏറ്റവും നല്ല കൺട്രി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഏറ്റവും നല്ല കൺട്രി എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? സാറിൻ്റെ ഒരു ഒബ്സർവേഷൻ. ഞാൻ പേഴ്സണലി സ്റ്റിൽ ബിലീവ് ചെയ്യുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആർ ദ ബെസ്റ്റ് എന്നാണ്. ഓക്കെ. അപ്പോൾ അത് ഞാൻ ഒരുപക്ഷെ എൻ്റെ ചിന്താഗതിയായിരിക്കാം. വൈ എന്നുള്ള ചോദ്യത്തിന് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ദ ബെസ്റ്റ് പഠനത്തിന്, അത് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ സ്കൂളിംഗ് എല്ലാം ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത്. അപ്പം ഭാഷയുടേതായ യാതൊരു ചലഞ്ചും നമുക്ക് വരത്തില്ല ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ. അതേ സ്ഥാനത്ത് യൂറോപ്പിലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലാത്ത രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ ഒരു അഡീഷണൽ കടമ്പയും കൂടെ അവിടെ വരുന്നുണ്ട്, ഭാഷ. അപ്പോൾ ആ ഭാഷ നന്നായി നമ്മൾ സ്വായത്തമാക്കിയാൽ മാത്രമേ നമുക്ക് ആ രാജ്യത്ത് പിന്നീട് എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ, ഒരു സാധ്യതകൾ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പേഴ്സണലി ഐ ബിലീവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആർ ദ ബെസ്റ്റ്. അപ്പം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെല്ലാം. അപ്പോൾ അതിൻ്റേതായ കൺസേൺസ്, വറീസ് ഒക്കെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ US യു ഓൾ നോ ഇസ് നോട്ട് വെരി വെൽക്കമിങ്. കാനഡ ചേഞ്ച്ഡ് എ ലോട്ട്. UK 2 yearsൻ്റെ സ്റ്റേ ബാക്ക് ആയിരുന്നത് 18 months മാറ്റി. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെല്ലാം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ ആൾക്കാരെ വറീഡ് ആക്കുന്നുണ്ട്. ബട്ട് പേഴ്സണലി ഐ ബിലീവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആർ ദ ബെസ്റ്റ് വെൻ ഇറ്റ് കംസ് ടു
എഡ്യൂക്കേഷൻ. ഈ കുട്ടികൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് പഠിക്കാനൊക്കെ പോവാം. പക്ഷേ ഇതുപോലെ ഇപ്പോൾ നമ്മൾ സാൽവേ മറിയ പോലെയുള്ള അല്ലെങ്കിൽ കൺസൾട്ടൻസിന് ത്രൂ പോകുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് എന്താണ്? കുട്ടികൾക്ക് ഡയറക്ട്ലി ഓഫ് കോഴ്സ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഒരു ചലഞ്ചും ഇല്ല. ഇപ്പോൾ സാൽവേ മറിയ പോലുള്ള ഒരു കമ്പനി ഇൻ ബിറ്റ്വീൻ വരുമ്പോൾ ₹1 പോലും ഈ കുട്ടി അഡീഷണലി പേ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് വേറെ സർവീസ് ചാർജുകളൊന്നും പേ ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റികളുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം സാൽവേ മറിയനെ സംബന്ധമായിട്ട് ഈ കുട്ടിയുമായിട്ടൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും അവിടെ ഇൻവോൾവ് അല്ല. കുട്ടിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എല്ലാ പ്രോസസ്സസും ഈ കുട്ടിയുടെ ആപ്ലിക്കേഷൻ തൊട്ട് ഈ കുട്ടി ലാൻഡ് ചെയ്യുന്നിടം വരെ, ഇനി അതിനുശേഷം അക്കോമഡേഷൻ പോലും സാൽവേ മറിയയുടെ ടീമിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എഡ്യൂക്കേഷൻ ലോൺ വേണം, we can provide the banks with documents, we can talk to the banks. They need accommodation, we can connect them with accommodation providers. They have to submit application. അത് പെട്ടെന്ന് അതിൻ്റെ റെസ്പോൺസ് വേണം. അതിൻ്റെ അകത്ത് ഇഷ്യൂസ് ഒന്നും വരാൻ പാടില്ല, തെറ്റുകൾ വരാൻ പാടില്ല. സാൽവേ മറിയസ് ടീം ഇസ് എക്സ്പീരിയൻസ്ഡ് വെൻ ഇറ്റ് കംസ് ടു വിസ. അപ്പോൾ എല്ലാ ഏരിയകളിലും ഒരു എക്സ്പേർട്ട് ടീമിൻ്റെ സപ്പോർട്ട് അവിടെ കിട്ടുവാണ്. ആൻഡ് ദാറ്റ് ടു കംസ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഇപ്പോൾ പുറത്തു പോയി പഠിച്ചു അങ്ങനത്തെ ഒരു കുട്ടിക്ക് കേരളത്തിൽ തൊഴിൽ സാധ്യതകൾ നല്ല രീതിക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നല്ല തൊഴിൽ സാധ്യതകളുണ്ടോ? ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ജനറൽ ആയിട്ടുള്ള തൊഴിലവസരങ്ങൾ തീർച്ചയായിട്ടും ഇവർക്കും അവൈലബിൾ ആണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു ഹയറിംഗ് ചെയ്യുമ്പോൾ വിദേശത്ത് പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ പ്രയോറിറ്റി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ട്രാൻസ്നാഷണൽ ഓപ്പറേഷൻസ് വരുമ്പോൾ ഇവർ അവിടെ നിന്ന് വിദേശത്ത് നിന്ന് അക്വയർ ചെയ്ത ലാംഗ്വേജും സ്കില്ലും എല്ലാം ആ കമ്പനിക്ക് ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ വലിയ കമ്പനികൾ വിദേശ വിദ്യാഭ്യാസം കഴിഞ്ഞ കുട്ടികളോട് മറ്റുള്ള കുട്ടികളെക്കാളും ഒരുപക്ഷെ താല്പര്യം കാണിച്ചേക്കാം, എസ്പെഷ്യലി ബിസിനസ് പോലുള്ള മേഖലകളിൽ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കുറേ കുട്ടികൾ വിദേശ പഠനം ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായി ഇപ്പോൾ ആ ട്രെൻഡിലാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം? എന്താ ചിന്തിക്കുന്നത്? എനിക്ക് തോന്നുന്നത് പല രീതിയിലുള്ള കുട്ടികളുണ്ട്. ഒരു വിഭാഗം നാട്ടിൽ നിന്ന് പോകണം, വേറെ ലോകരാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റിൽ പോകുന്നവരുണ്ടാവുമായിരിക്കാം. ഒരു വിഭാഗം പഠനം മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ ഇന്ത്യനേക്കാളും മികച്ച വിദ്യാഭ്യാസം വേറൊരു ലോകരാജ്യത്ത് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു പോകുന്നവരുണ്ടായിരിക്കാം. റീസൺസ് ആർ ഡിഫറെന്റ്. നമുക്കിവിടെ ഈ ഫൈനാൻഷ്യലി അന്തരം നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എല്ലാവരുടെയും കാരണങ്ങൾ ഒന്നാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്നുള്ളൊരു കുട്ടി ഒരുപക്ഷെ വിദേശ വിദ്യാഭ്യാസം എന്നുള്ളതിൽ കൂടെ ലക്ഷ്യം വെക്കുന്നത് പഠിച്ചു, അതിനുശേഷം എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യണം, എനിക്കൊരു ജോബ് നേടണം, എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം, സമ്പാദിക്കണം എന്നുള്ളതാകാം. എന്നാൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നൊരു കുട്ടി പോകുമ്പോൾ ഈ പ്രഷർ ആ കുട്ടിക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. അയാളവിടെ ലക്ഷ്യം വെക്കുന്ന വിദ്യാഭ്യാസം, എക്സ്പീരിയൻസ്, ഐ വിൽ എൻജോയ് മൈ ടൈം ദെയർ, ഐ വിൽ ട്രാവൽ ആൻഡ് സീ ദ വേൾഡ്, ആൻഡ് if I have to come back, I'll come back. Okay. There is no problem. അപ്പം പല രീതികളിൽ ഉള്ള വിദ്യാർത്ഥികളുണ്ട് എന്ന് പറയാം. പൊതുവേ നമ്മൾ പറയാറുണ്ട്, അതായത് ഇനി കുറച്ച് കഴിഞ്ഞാൽ 2050 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 2040 ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയിൽ കുറച്ച് പ്രായമായ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിൽ പ്രായമായ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി കുട്ടികളൊക്കെ പുറത്ത് പോയി പഠിക്കാൻ തുടങ്ങിയിട്ട് അവിടെ തന്നെ സെറ്റിലാവും. ഒരു വാർദ്ധക്യം ബാധിച്ച ആളുകളുടെ മാത്രം സ്ഥലമായി മാറും നമ്മുടെ കേരളം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുട്ടികൾ വരുന്നു, പേരൻസ് വരുന്നു, കുട്ടികളെ പുറത്തേക്ക് വിടണം എന്നുള്ള കാര്യമായിട്ട് വരുന്നു. തിരിച്ച് നമ്മുടെ തന്നെ നാട്ടിലേക്ക് വന്ന് ജോലി ചെയ്യണം എന്നുള്ളത് എപ്പോഴെങ്കിലും സാൽവേ മറിയ റെക്കമെൻഡ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങളത് ഒന്ന് ഊന്നി പറയാറുണ്ടോ? ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. ഞാൻ അതിന് മറുപടി പറയുകയാണെങ്കിൽ എൻ്റെ ചിന്ത ഇന്ത്യ ഡെവലപ്പ് ചെയ്യുവാണ്. അപ്പം നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സ്റ്റുഡൻസ് ഹു ആർ ഗോയിങ് ഫോർ എഡ്യൂക്കേഷൻ എബ്രോഡ് റൈറ്റ് നൗ. പക്ഷെ ഇന്ത്യ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ തിരിച്ചിവിടെ വന്നിരിക്കും. അവർ ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കാരണം അവിടെ നിൽക്കുന്നതിൻ്റെ ഐ ബിലീവ് വൺ ഓഫ് ദ റീസൺസ് ഈസ് ഹയർ ഇൻകം. അതായത് ജോലി കിട്ടുമ്പോൾ ഡോളറിലും പൗണ്ടിലും പേ ചെയ്യുമ്പം അല്ലെ യൂറോയിൽ കിട്ടുമ്പോൾ അത് കൺവേർഷൻ നോക്കുമ്പോൾ അത് വളരെ ഹയർ ആണ്. എന്നാൽ ഇന്ത്യ ഡെവലപ്ഡായി ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ പഠിച്ചിട്ട് തിരിച്ചു വരുന്നത് ഒരു നോർമൽ കാര്യമാവും. ഇവിടെ വന്ന് ഇവിടെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലോട്ട് ആൾക്കാർ വരും. ഐ തിങ്ക് സോ, ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പനിങ് ഇൻ ചൈന. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കാം. ഇനി ഞാൻ കുറച്ച് കൺട്രീസ് പറയാം, അവിടുത്തെ പോസിറ്റീവ്സും നെഗറ്റീവ്സും. ഇതുവരെയുള്ള സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് സാറിന് പറയാൻ പറ്റുമോ നോക്കണേ. ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ഓസ്ട്രേലിയയെ കുറിച്ചിട്ടാണ്. ഓസ്ട്രേലിയ ഐ ബിലീവ് അട്രാക്ട്സ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അവിടെ നല്ല യൂണിവേഴ്സിറ്റികളാണ്, 39-40 യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. വിദ്യാഭ്യാസം മികച്ചതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈലി ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെയുണ്ട്.
ഇപ്പോൾ ഓസ്ട്രേലിയ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് പോകുന്ന ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ്. അപ്പോൾ പോസിറ്റീവ് പ്രോഗ്രാംസിൽ നമുക്ക് ഡൈവേഴ്സിറ്റി ഉണ്ട്. കറൻ്റ്ലി പറയുവാണെന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേ ബാക്ക് നൽകുന്ന രാജ്യം ഓസ്ട്രേലിയയാണ്. ദാറ്റ് ഈസ് ദി അഡ്വാൻറ്റേജ്. ഇനി നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വേറുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സ്ലൈറ്റ്ലി ഹയർ ആണ്. അപ്പം അതാണ് ആൾക്കാർക്ക് ഡോക്യുമെൻറ്റേഷൻ പാർട്ട് ഓൾസോ ഈസ് എ ലിറ്റിൽ മോർ ഡിഫിക്കൽട്ട് കമ്പയർഡ് ടു കൺട്രീസ് ലൈക്ക് UK. ഓസ്ട്രേലിയ ഹാസ് ഓപ്പർച്യൂണിറ്റീസ്. ഓസ്ട്രേലിയ ഈസ് എ ഗുഡ് പ്ലേസ്. അപ്പം ഈ കോസ്റ്റ് കൂടുതലാണെങ്കിലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടിലും ഓസ്ട്രേലിയ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ ഈസ് റിയലി എ ഗുഡ് പ്ലേസ്. ജർമ്മനി Germany, the advantage right now, you ask me, I would say Germany is, trying to attract people from different countries because of skill shortage in certain sectors. അപ്പം ജർമ്മനി കറൻ്റ്ലി അവർക്ക് ലേബർ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളതാണ് ആൾക്കാരെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം ടെക്നോളജി, IT പോലുള്ള മേഖലകളിൽ തീർച്ചയായിട്ടും ജർമ്മനി മികച്ച ഒരു ഡെസ്റ്റിനേഷനാണ്. ഡ്രോബാക്ക്